नित्यं हिदाहार विहारसेवी समीक्षकारी विषयेष्वसक्त दाता सम सत्यपर क्षमावानाप्तो बसेवी च भवत्यरोग സർവ്വസാധാരണമായ ഒരു അസുഖമാണ് മൂലക്കുരു, പൈൽസ് എന്നെല്ലാം പറയുന്ന അർശസ്. അരി എന്നാൽ ശത്രു എന്നാണ് അർത്ഥം. ശത്രുക്കളെ പോലെ ഉപദ്രവിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അർശസ് എന്ന പദമുണ്ടായത്. മലദ്വാരത്തെ ഒരു ക്ലോക്കിൻ്റെ മുഖമായി സങ്കല്പിച്ചാൽ അതിൽ 3, 7, 11 എന്നീ അക്കങ്ങളുടെ സ്ഥാനത്താണ് സാധാരണ അർശസ് ഉണ്ടാകുന്നത്. അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന സിസ്റ്റമിക് വെയിനുകൾ പോർട്ടൽ വെയിനുകളുമായി കൂടിച്ചേരുന്ന ജംഗ്ഷനുകളാണ് ഇവ. ഈ ജംഗ്ഷനുകളാണ് കൂടുതലായും അർശസ് കാണുന്നത്. അർശസ് മലദ്വാരത്തിന് അകത്തും പുറത്തും ഉണ്ടാകാം. പുറത്തുണ്ടാകുന്നവ കൂടുതൽ വേദനാജനകമാണ്. ഈ ലക്ഷണങ്ങൾ കാണുന്നവർക്കെല്ലാം അർശസ് ഉണ്ടായിക്കൊള്ളണം എന്നല്ല. അർശസ് ഉണ്ടാകുന്നതിന് മുമ്പ് ഇതിലെ ചില ലക്ഷണങ്ങൾ കാണാം എന്ന് മാത്രം. വേദനയില്ലാതെ രക്തം പോകുന്നതാണ് അർശസിൻ്റെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനം. ഈ രക്തം പോകുന്നത് മലവിസർജനത്തിന് തൊട്ട് മുമ്പോ മലവിസർജനത്തിന് ശേഷമോ തുള്ളി തുള്ളിയായോ ധാരയായോ പോകാം. മലവിസർജനത്തോടൊപ്പം ചിലപ്പോൾ അർശസ് പുറത്തേക്ക് തള്ളി വരാം. ഗുരുതരമായ രോഗാവസ്ഥകളിൽ അർശസ് ചിലപ്പോൾ പുറത്തു തന്നെ തങ്ങി നിൽക്കും. ചിലപ്പോൾ ഇതിൽ രക്തം കട്ടപിടിക്കുകയും അണുബാധ ഉണ്ടാവുകയും പിന്നെ ഉരഞ്ഞ് വേദന ഉണ്ടാവുകയും ഒക്കെ ഉള്ള സങ്കീർണാവസ്ഥകളുണ്ടാവും. ഇത്തരം സങ്കീർണാവസ്ഥകൾ കൊണ്ടോ മലബന്ധം കൊണ്ടോ അല്ലാതെ സാധാരണ അർശസ് വേദനാജനകമാകാറില്ല. അപൂർവം ചില ആളുകൾ, ചുരുക്കം ചില ആളുകൾ മാത്രം അർശസിലുണ്ടാകുന്ന അണുബാധ മറ്റ് ശരീര അവയവങ്ങളിലേക്ക് വ്യാപിച്ച് രോഗിയെ അപകടത്തിൽപ്പെടുത്താറുണ്ട്. സ്ഥിരമായി കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അർശസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആധുനിക ലോകത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മലവിസർജനത്തിൽ തോന്നുമ്പോൾ പലപ്പോഴും പോകാൻ സാധിക്കാതെ മലം അടക്കി വയ്ക്കേണ്ടി വരുന്നത് മലബന്ധത്തിനും ക്രമത്തിൽ അർശസിനും കാരണമാകാറുണ്ട്. നാരുകൾ കുറഞ്ഞ മാംസഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക, പച്ചക്കറികൾ, പഴങ്ങൾ, വെള്ളം ഇതൊന്നും ധാരാളം കഴിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബലമായി ഇരുന്ന് മുക്കുന്നത് കൊണ്ട് അർശസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ധാരാളം വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ മലബന്ധം ഒഴിവാക്കാനാകും. അർശസിനുള്ള മരുന്നുകൾ അകത്തേക്ക് സേവിക്കുന്നതിനുള്ള മരുന്നുകളും പുറമേ പുരട്ടുന്നുള്ള മരുന്നുകളും ഉണ്ട്. പുറമേ പുരട്ടുന്ന മരുന്നുകൾ അർശസിൻ്റെ വേദന, വീക്കം, ചുട്ടുനീറ്റൽ എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. ചൂടുവെള്ളത്തിൽ ഇരിക്കുക, അതായത് ഹിബ് ബാത്ത്, അർശസിൻ്റെ ഉപദ്രവങ്ങൾ കുറയ്ക്കാൻ നല്ലതാണ്. സഹിക്കാവുന്ന ചൂടുവെള്ളത്തിൽ പൊക്കിൾ വരെ മുങ്ങിയിരിക്കത്തക്കവണ്ണം ഇരിക്കണം. ഉപ്പിട്ട ചൂടുവെള്ളത്തിലോ ത്രിഫലത്തോട്, വേപ്പിൻ്റെ ഇല, കാട്ടപ്പയില മുതലായവയിട്ട് തിളപ്പിച്ച വെള്ളത്തിലോ ഇരിക്കാം. ഇപ്രകാരം ഇരിക്കുന്നതുകൊണ്ട് അർശസിൻ്റെ വേദന, വീക്കം എന്നിവ കുറയ്ക്കാൻ സഹായിക്കും എന്ന് മാത്രമല്ല മലശോധന സുഗമമാക്കുന്നതിനും സഹായിക്കും. അർശസിൽ രക്തം കെട്ടിനിന്നുണ്ടാകുന്ന, കട്ട പിടിച്ചുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ ഐസ് വയ്ക്കുന്നത് നല്ലതാണ്.
അർഷ്യസിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ദ്രവ്യങ്ങൾ പാടക്കിഴങ്ങ്, കാട്ടുചേന, കൊടുവേലി, കൊടിത്തൂവ, ചേർക്കുരു, കടുക്ക, കുടകപ്പാല എന്നിവയെല്ലാമാണ്. ഇതെല്ലാം അർഷ്യസിൻ്റെ ചികിത്സയിൽ ഈ ദ്രവ്യങ്ങൾക്കൊക്കെ അർഷ്യസിൻ്റെ ചികിത്സയിൽ വളരെ പ്രധാനമായ സ്ഥാനമുണ്ട്. ദുരാലഭാരിഷ്ടം, അഭയാരിഷ്ടം, ചിരുവില്ലാതി കഷായം, കാങ്കായനം ഗുളിക, വനസൂരനാദി ലേഹം മുതലായ മരുന്നുകളാണ് അർഷ്യസിൻ്റെ ചികിത്സയ്ക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ ദഹനം, ശോധന എന്നിവയ്ക്ക് തടസ്സം വരാതെ ശ്രദ്ധിച്ചാൽ അർഷ്യസ് വരാതിരിക്കുന്നതിനും ഉണ്ടായ അർശ്വരോഗത്തിൻ്റെ ഉപദ്രവങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. ശക്തിയായ വേനൽക്കാലത്തിന് ശേഷം മഴക്കാലം തുടങ്ങുമ്പോൾ ദഹന ശോധന വ്യവസ്ഥകൾ, പ്രത്യേകിച്ചും ദഹന വ്യവസ്ഥകളെല്ലാം തകരാറാവാൻ സാധ്യതയുള്ളതിനാൽ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാദവ്യാധികളുടെ ചികിത്സയിൽ വളരെ പേരുകേട്ട ഒരു ഔഷധിയാണ് കരിനൊച്ചി. നിർഗുണ്ടി എന്ന ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം വൈറ്റെക്സ് നിഘണ്ടു വെറൈറ്റി പെർപ്യൂറസെൻസ് എന്നാണ്. വെർബിനേസിയ കുടുംബത്തിൽപ്പെട്ട ഈ സസ്യം ഇന്ത്യയിലുടനീളം തരിശു പ്രദേശങ്ങളിലും വഴിയരികിലും പുഴയോരങ്ങളിലും ധാരാളമായി കണ്ടുവരുന്നു. 3 മീറ്ററോളം ഉയരത്തിൽ അനേകം ശാഖോപശാഖകളോടുകൂടി വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കരിനൊച്ചി. നീണ്ട പത്രവൃന്ദത്തോടു കൂടിയതും സമ്മുഖമായി വിന്യസിച്ചിരിക്കുന്നതുമായ ഇലകൾ സംയുക്തങ്ങളാണ്. ഓരോ സംയുക്ത പത്രത്തിലും 3 മുതൽ 5 വരെ പത്രകങ്ങളുണ്ട്. ഇവയിൽ മധ്യത്തിലുള്ള പത്രകം വലിപ്പം കൂടിയതും പാർശ്വപത്രകങ്ങൾ വലിപ്പം കുറഞ്ഞവയുമാണ്. ഇലകളുടെ മുകൾ ഭാഗത്തിന് ഇരുണ്ട പച്ച നിറമാണ്. അടിഭാഗത്ത് പർപ്പിൾ നിറവും ചെറിയ രോമങ്ങളും ഉണ്ടാകും. ചെറുതും നീലനിറത്തിലുള്ളതുമായ പൂക്കൾ ശാഖാഗ്രങ്ങളിലെ പൂങ്കുലകളിൽ ഉണ്ടാകുന്നു. വേര്, ഇല എന്നിവയാണ് കരിനൊച്ചിയുടെ ഔഷധയോഗ്യ ഭാഗങ്ങൾ. വാദം കൊണ്ടുണ്ടാകുന്ന സന്ധിവീക്കം, മുട്ടുകളിലെ നീര്, വേദന, ഉളുക്ക്, നടുവേദന എന്നീ അസുഖങ്ങൾക്ക് കരിനൊച്ചിയില തീയിൽ വാട്ടി തിരുമുകയും ഇലയരച്ചു ലേപനം ചെയ്യുന്നതും നല്ലതാണ്. ഈ ഔഷധിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ആവണക്കെണ്ണ ചേർത്തു സേവിച്ചാൽ നടുവേദന, കൊളുത്തിപ്പിടുത്തം എന്നിവ ഭേദമാകും. ജ്വരം, മലമ്പനി, നീർവീഴ്ച എന്നിവയ്ക്ക് കരിനൊച്ചിയില, തുളസിയില, കുരുമുളക് ഇവ കഷായം വെച്ച് കൊടുക്കുന്നത് സാധാരണ വീടുകളിൽ ചെയ്തു വരുന്ന ഒരു ചികിത്സയാണ്. വായപ്പുണ്ണ്, തൊണ്ടവേദന എന്നിവയ്ക്ക് ഈ ചെടിയുടെ ഇലയിട്ടു കഷായം വെച്ച് ചൂടോടുകൂടി കവിൾ കൊള്ളുന്നത് നല്ലതാണ്. മൂത്രതടസ്സം അകറ്റുന്നതിന് കരിനൊച്ചി വേര് അരച്ച് മോരിൽ കലക്കി സേവിക്കുന്നത് പതിവാണ്. വാജാതി തൈലം, രാസ്നാദി തൈലം, ജാത്യാദി തൈലം എന്നീ യോഗങ്ങളിൽ കരിനൊച്ചി ഇലയും അഷ്ടവർഗം കഷായത്തിൽ വേരും ചേരുന്നു. കമ്പ് മുറിച്ചു നട്ടാണ് സാധാരണയായി ഇത് പ്രജനനം നടത്തുന്നത്. ഇതിനുവേണ്ടി മൂപ്പെത്തിയ കമ്പുകൾ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുത്ത് ഇത് പൊളിത്തീൻ കവറുകളിൽ നട്ടുകൊടുക്കുന്നു. 3 മുതൽ 4 മാസത്തിനുള്ളിൽ വേരുപിടിച്ച തൈകൾ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റിവെച്ച് ഇതിൻ്റെ പ്രജനനം നടത്താവുന്നതാണ്. വീടുകളിൽ ഇതൊരു വേലിച്ചെടിയായും വളർത്താവുന്നതാണ്.